ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പുതിയ ഗവർണറെ ഇടതുപക്ഷം അംഗീകരിക്കുന്നു എന്ന സൂചനയാണോ ഇതിലൂടെ ലഭിക്കുന്നത്? വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ ശത്രുവായി കാണുന്ന ഒരു സമീപനമായിരുന്നോ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനുണ്ടായിരുന്നത്? അല്ല, കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കുറിച്ചാണ് ശ്രീകുമാറും പറഞ്ഞത്. അദ്ദേഹം ഗവർണറായതുകൊണ്ട് BJP സർക്കാരിൻ്റെ കേരളത്തിലെ പ്രതിനിധി ആയതുകൊണ്ട് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എതിർക്കുന്നത്. അവരുടെ ഒരു CPMൻ്റെ ഒരു നിലപാടുണ്ട് ഗവർണറുടെ പോസ്റ്റ് സംബന്ധിച്ച്. അത് EMSൻ്റെ കാലം മുതൽ തന്നെ അത് അങ്ങനെ പറഞ്ഞു വന്നിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരിക്കൽ പോലും കേന്ദ്രം നിയോഗിക്കുന്ന ഗവർണറെ നിരാകരിക്കുന്ന ഒരു നിലപാട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റും, ഇപ്പം CPM ഗവൺമെൻറ്റിനെ കുറിച്ച് CPMനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് സത്യം. പിണറായി വിജയൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, രണ്ടാം തവണയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് ക്ഷണിച്ച് അവിടെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയാണ് സ്വാഗതം ചെയ്തത്. അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു, പലതവണ കണ്ടു. അത്തരം കാര്യങ്ങളിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല പിണറായി വിജയൻ. എവിടെയാണ് നമുക്കതേക്കുറിച്ച്, അതല്ലല്ലോ ചർച്ചാ വിഷയം. ഇപ്പോഴത്തെ ഗവർണർ നേരെ തിരിച്ചുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രോത്സാഹജനകമാണ് എന്ന് തന്നെ പറയണം. അദ്ദേഹം ഡൽഹിയിലെത്തി എല്ലാ MP-മാരെയും വിളിച്ചു. പക്ഷേ അതിൻ്റെ അകത്ത് 2 BJP മന്ത്രിമാർ പങ്കെടുത്തില്ല എന്ന് ഓർക്കണം. 2 BJP മന്ത്രിമാർ, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിമാരാണ്, BJP പ്രതിനിധികൾ. അവർ പങ്കെടുത്തില്ല എന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസിൻ്റെ MP പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തില്ല. KPCC അധ്യക്ഷൻ K സുധാകരനും പങ്കെടുത്തില്ല. ഞാനത് വലിയ അപാകതയായിട്ടോ തെറ്റായിട്ടോ അല്ല കാണിക്കുന്നത്. അങ്ങനെയും സംഭവിച്ചു എന്ന കാര്യം, അതിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് വിവക്ഷിക്കേണ്ട കാര്യമില്ല, അതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ഒപ്പം തന്നെ അദ്ദേഹം, നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രി ക്ഷണിച്ചതനുസരിച്ച് ക്ലിഫ് ഹൗസ് അല്ലല്ലോ, ഡൽഹിയിൽ കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക മുറിയിൽ, താമസിച്ചിരുന്ന മുറിയിൽ, അവിടെയാണ് മീറ്റിംഗ് നടത്തിയത്. അവിടെയാണ് പ്രഭാത ഭക്ഷണം ഒരുക്കിയത്. അവിടെ വളരെ റെസ്റ്റോറൻ്റ് അല്ലല്ലോ, അതിന് മാത്രം സൗകര്യങ്ങളൊന്നുമില്ല, നല്ല വിശാലമായ മുറിയൊക്കെയാണ്. അവിടെ അങ്ങേപ്പുറത്തെ മുറിയിൽ കഴിഞ്ഞിരുന്ന ഗവർണറെ നേരത്തെ കരുതിക്കൂട്ടിയല്ല, നേരത്തെ ക്ഷണിച്ചതനുസരിച്ചല്ല, അദ്ദേഹത്തെ KV തോമസ് ചെന്ന് ക്ഷണിക്കുകയും അതനുസരിച്ച് ആ ക്ഷണം അത് ആദ്യമേ തന്നെ സ്വീകരിച്ച്, സർവാത്മനെ സ്വീകരിച്ച് അദ്ദേഹം അതിൽ പങ്കെടുക്കുകയും ചെയ്യായിരുന്നു. ഒന്നോർക്കണം, ഗവർണർ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക്, പ്രോട്ടോക്കോളിൻ്റെയൊക്കെ പ്രശ്നമുണ്ടല്ലോ, പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നമല്ല, സങ്കീർണതകളുണ്ട്. പക്ഷേ അതൊക്കെ മറന്നുകൊണ്ട് ഗവർണർ, നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ ബഹുമാനപ്പെട്ട ആർലേക്കർ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് മീറ്റിങ്ങിന് ചെല്ലുകയായിരുന്നു. അതൊക്കെ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ വലിയ സംഭവങ്ങളായിട്ട് തന്നെയാണ് കാണേണ്ടത്. ഇതിനൊക്കെ കാർമ്മികത്വം വഹിച്ചത് കേരളത്തിൻ്റെ ഡൽഹിയിലെ പ്രതിനിധിയായ പ്രൊഫസർ KV തോമസ് ആണ്. തീർച്ചയായിട്ടും അതൊക്കെ ഒരു ചരിത്രമാണ്, അതൊരു വലിയ സൗഹാർദ്ദമാണ്. ഞാൻ ഒരൊറ്റ വാക്കിൽ അതിനെ ഒന്ന് നിർവചിക്കാം. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ വളരെയധികം സമ്പന്നനായ, വളരെയധികം പാരമ്പര്യമുള്ള, അങ്ങേയറ്റത്തെ കുലീനതയുള്ള, അങ്ങേയറ്റത്തെ മികവുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഞാൻ കാണുന്നത്. ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, ഗവർണറുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ അങ്ങേയറ്റത്തെ സ്തുത്യർഹമായ ഒരു രാഷ്ട്രീയ രീതിയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അത് അങ്ങേയറ്റം സ്വാഗതാർഹം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നാണ് എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്.